നിങ്ങൾ ഫോൺ കുത്തിച്ചിട്ടുണ്ടോ? കുത്തിയിട്ടുണ്ട് ചാർജ്? ചാർജ് കുത്തിയിട്ടുണ്ടോ? കുത്തിച്ചേക്കണം ഫോണ്. അല്ലല്ല, ഞാൻ സ്പെക്ക ലൈവ് ഇടാൻ ചാനൽ എന്ത് എന്തിൻ്റെ പേര് അത് ഞാൻ ഇപ്പോൾ ബിഗിനർ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. എത്ര 38 40 സബ് ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തേക്കും. ഒരു 50 സബ് ആയി കഴിഞ്ഞാൽ ലൈവ് സ്റ്റാർട്ടാക്കാം. എഡിറ്റ് ചെയ്തിട്ടിടും. 50 സബ് ആയാൽ ലൈവ് സ്റ്റാർട്ടാക്കും. 50 സബ് ആയിട്ട് ലൈവ് ആണല്ലേ? അതാണ് സ്കോഡ് കയറിയിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ചും പാടെ സബ് കയറ്റിയിട്ടാണ് എനിക്ക് ഒന്നും പാടെ മെച്ചപ്പെടുത്താൻ. അതന്നെ PC-ക്ക് ഇപ്പോൾ മേടിച്ചാൽ തന്നെ ശരിയാവില്ല. വീട്ടിൽ ഇമ്മ ഞാൻ വീട് വെക്കുക ഏട്ടൻ്റെ കാട്ടിക്കൂട്ടിട്ടുണ്ടേ. ഞാൻ വീട് വെക്കുക ഇവിടെ ഒന്നും പറഞ്ഞ് വെക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ വിൽക്കണമെന്ന് പറഞ്ഞാണ്ട് ഭീഷണി. ഉമ്മ അതന്നെ ഞാൻ സെക്കൻഡ് സിസ്റ്റർ ഒരു ടെക്നീഷ്യനെ കൂടെ നമ്പർ മേടിച്ചിട്ട് പണി വരുവാണെങ്കിൽ അവര് അസൈൻ ചെയ്യുന്ന ടീമുണ്ട്. അസൈൻ ചെയ്ത് തരും. അസംബ്ലി ചെയ്ത് തരുന്ന സാധനം അവർ തന്നെ ചെയ്ത് പ്രൊഡക്റ്റിന്റെ റേറ്റ് അതിന് റാമും കാര്യങ്ങളൊക്കെ കൂട്ടൊക്കെ ഇത് കഴിഞ്ഞിട്ട് പുതിയ ചെയ്യാം അല്ലേ? ഞാന് എന്താ പറയാ നിന്റെ പാഷൻ എന്താണെന്ന് വെച്ചാൽ ലാപ്പ് എടുത്തിട്ടേ അതിൽ നോക്കിയാലോ എന്ന് ആലോചിക്കാം. എങ്ങോട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോകാനും പറ്റും. വീട്ടിൽ ഏട്ടൻ്റെ ഒരു 20,000 കട എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡയലോഗ് വരുന്നത്. അവിടെ കട അടക്കാത്തതുകൊണ്ട് ഞാൻ അടക്കാം. ഞാൻ ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഷെഫില്ലേ ഇവിടെ നിന്നില്ലേ, ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞു എന്നോട് ഷെഫ് ചോദിക്കാം നീ എന്തിനാ അത് നോക്കണമെന്ന് വെച്ചിനോട്. നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പറയാം. ഇപ്പോൾ നീ ഇതൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇത് ഞാൻ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ ഏട്ടൻ ചോദിച്ചാൽ എന്താ നീ എന്തിനാ അടച്ച് അല്ല ഏട്ടൻ്റെ പൈസ അവൻ തന്നെ എടുത്തത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ അടക്കണ്ട അതിനെ പറഞ്ഞേ. ഇതിപ്പോൾ ഇതിൻ്റെ പ്രശ്നമായതുകൊണ്ട് വീട്ടിൽ വീട് വിൽക്കാന്ന് ഉമ്മ പറയാം. എനിക്കറിയത്തില്ല. അവൻ്റെ ഒന്നാമത് അവൻ്റെ പേര് കേസിന് വേണ്ടിയിട്ട് ഓടിയതാണ് കുറേ. അവൻ പോകുന്നുണ്ട് പക്ഷെ വീട് അങ്ങനെയല്ല പറഞ്ഞാൽ കേൾക്കാൻ ചേട്ടന് വിളിച്ചോ സംസാരിച്ചോ. നീ തിരിച്ചു വിളിക്ക്. ഒന്നൊന്നര വിളിക്ക്. അപ്പോൾ ഒന്നൂടെ വിളിക്ക്. ഞാൻ പറയാനാവും. എടേ ഇവിടെ കൺസൾട്ടൻസിയുടെ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ആൾ ഇവിടെ കൺസൾട്ടൻസിയുടെ രീതിയിലാണ് ഇപ്പോൾ അവർ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. മുതലാളി എല്ലാവരും എന്തായാലും എന്നിട്ട് അത്രയും മതി. പുള്ളി മോനാണ് മെയിനായിട്ട്. പുള്ളി ഞാൻ പറഞ്ഞു നീ വിളിച്ച് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി സംസാരിച്ചല്ലേ നടക്കുള്ളൂ. അവർ ഇതാണെന്ന് വിളിച്ചു. ഒരു കാര്യം നാളെ തന്നെ വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ല. റൂം എൻ്റെ റൂമിൽ തന്നെ നിൽക്കുന്ന ഡൗട്ടാണ്. ഒരു ക്യാച്ച് പറഞ്ഞു പോലെ നിസാദ് CV ഇടാൻ പറഞ്ഞു. നിസാദ് CV തന്നില്ല. നാളെ ഓക്കെ. നീ അടുത്ത മാസത്തേക്ക് എടുത്തോളൂ. എപ്പോഴാ? ഓക്കെ. ഞാൻ നാളെ സംസാരിച്ചു. തെറ്റാവും ഇതുവരെ ഒരാൾ ഇപ്പം മറ്റേ ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെളിയിൽ എക്സ്പ്രസ്സിലൊരു ജീവന വേണം. പിന്നെ പോരാത്തതിന് ചായ അടിക്കാൻ ആളെ വേണം. നീയായിട്ടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ ആണോ? ഓക്കെ. ഞാൻ നാളെ പറയാം. നിന്റെ കാര്യം എന്തായാലും ഞാൻ വിളിച്ചിട്ട് സംസാരിക്കില്ല.
വല്ലാത്ത സാധനം തന്നെ. ഞാൻ അതിപ്പോൾ എന്തിനാ എടുത്ത് കിടക്കണത്? ആരും സേഫ്റ്റിക്കാ കയ്യിലിരിക്കുന്നതല്ലേ? നല്ല തന്നെയാണ്. അല്ലാതെ ഞാൻ പറയണില്ല. എന്നോട് അറിയാം എന്താ എവിടെയെന്ന് സ്ഥലം എവിടെയെന്ന് പറഞ്ഞേ? ഞാൻ വെക്കും, ഞാൻ ഇതുവരെ വെക്കുന്നത് എന്നിട്ടാണ് ചെലവ്. എടാ നമ്മൾ എത്ര എടാ ഇവിടേക്ക് നേരെ സാധനം അങ്ങനെ കിടക്കാൻ പറ്റില്ല ചൂടെടുത്തിട്ട് എന്തായി ബ്രോ എന്തായി എന്താ അതാകുന്നതാണല്ലോ ഷോപ്പിൽ നോക്കാൻ ആൻസിന് 60 ആൻസിന് 60 സ്കൂളിൽ നോക്കിയിട്ട് ഇത് ഭയങ്കര ഗരിയാട് കൊണ്ട് വന്നപ്പോഴത്തേക്ക് നോക്കിയാൽ എഴുപത്തി പിന്നെ പൈസ രാത്രി അടിപ്പിച്ചേക്കും പോയി നോക്കിയാലോ പറയുമ്പോൾ എത്ര മണി ഷാപ്പിലോട്ട് കടയിൽ ഉണ്ടാവും ഓടി തുടങ്ങിയെങ്കിൽ പിന്നെ പൈസ വേണ്ടേ കഴിക്കുമോ സിഗരറ്റ് വലിക്കുന്നതല്ലേ അതായത് വല്ലപ്പോഴും ഉദ്ദേശിച്ചതാ ഇതിന്റെ അവിടെ ചെറിയ ക്യാഷ് പകരം അങ്ങാണ്ട് ചായ ചായ അങ്ങനെ കുടിച്ചു നോക്കണം നാളെ സംസാരിക്കാം തിരക്കിലങ്ങടെ
തല ഇവിടെ വെച്ചത് നീ മേളിൽ കിടന്നിട്ട് കാട്ടിട്ട് താഴെ കിടന്ന് എന്നെ കാട്ടിട്ടു അതും കൂടെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ കാട്ടി ഇവിടെ കുട്ടാപ്പ താഴെ കിടന്ന് കാട്ടിട്ടു മേളിൽ കിടന്ന് കിട്ടുന്നില്ല ഇപ്പൊ കിട്ടുന്ന പോലെ കിട്ടത്തില്ല കുളിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ചിലപ്പോ ഒക്കെ കുളിച്ചിട്ട് വെന്ത് ചൂട് എടുക്കുന്നു ഭയങ്കരമായിട്ട് ഇപ്പൊ കുറച്ച് സമയം എടുക്കും അത് ഓണാക്കിയിട്ട് ബാത്റൂമിൽ നമ്മൾ റെസ്റ്റ് എടുക്കാം എന്നിട്ട് കുളിക്കുക അല്ല അതിനെ ചെയ്യണം ഇന്നലെ പിന്നെ വാഷിംഗ് മെഷീനകത്ത് അങ്ങനെ തുണിയൊന്നും മാറ്റി ഷെഫിന് വരുന്നത് ഞാൻ ഹോബി നിങ്ങളുടെ കൈയാക്കി നോക്കിയത് പന്ത്രണ്ടിന് പന്ത്രണ്ടല്ലേ എടുക്കും നാളെ കൊണ്ടില്ല കുഴപ്പമില്ല 7 മണിക്ക് പോകാൻ
കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എങ്ങനെ പോകുന്നു? ചൂടാണ്, ചൂടാണ്, ചൂട്. പുറത്തോട്ട് തുടങ്ങിയിട്ട് കുഴപ്പമില്ല. അവിടെ ഓൾറെഡി സൂക്ഷിക്കാൻ ചേർക്കുക, അല്ലെങ്കിൽ അവിടെ 60 ഉണ്ട്, അവിടെ 60 ഉണ്ട്. പിന്നെ പിന്നെ പുള്ളിക്ക് അവിടെ ഓഫീസ് വർക്കൊക്കെ ഒരു കിച്ചൺ ഡ്യൂട്ടി ഒന്നും ഇല്ല. പിന്നെ 5 സ്റ്റാർ ചോദിച്ചത് ചപ്പാത്തി പൊറോട്ടയും ഷവായ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഷവായ ഒരു പീസ് വരി മറ്റേ എജി വിളിച്ചായിരുന്നു. നല്ല ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞോട്ടെ. ഡ്രസ്സ് എടുക്കുന്ന കാര്യം എല്ലാം പറഞ്ഞു. ആ കൊച്ചിന് ആദ്യ കുർബാനയ്ക്ക് തുണി ഇട്ട് കൊടുക്കാൻ ഏറ്റവും ആദ്യ കുർബാനയ്ക്ക് തുണി ഇട്ട് കൊടുക്കാൻ ഏറ്റവും കുറെ ചടങ്ങ് വീട് വീട്ടിലേക്ക് ആമോദിക്കുന്നു. ആദ്യ കുർബാന 16 പട്ടിയപ്പറയുള്ള പണി കഴിച്ചു കിട്ടുമോ ചോദിച്ചു. അപ്പോൾ വേണ്ട കിട്ടിയിട്ട് ഞാൻ അതൊന്നും സാധ്യത. ഞാൻ മിക്കവാറും പിന്നെ ഒരു പരിപാടി വിളിക്കില്ലെന്ന് പറഞ്ഞാൽ ആ നാല് കുടുംബക്കാരുടെ പരിപാടിക്ക് പോയിട്ടില്ല. അതുപോലെ തന്നെ എന്തുവാ ചെയ്യുന്നു, കളിച്ചിട്ട് പിരിഞ്ഞാണോ പോകുന്നത്, മാങ്ങയാണോ തേങ്ങയാണോ അറിയില്ല. ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന്